സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഷിറിനെ യാത്രയാക്കുകയാണ്. ഇപ്പോൾ മന്ത്രിമാർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. മന്ത്രി വീണ ജോർജ്, ഒപ്പം സജി ചെറിയാൻ, അവരാകും സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെയും നമ്മൾ കണ്ടതാണ്, വീട്ടിലേക്ക് ഉൾപ്പെടെ പ്രമുഖർ, മന്ത്രിമാരും മറ്റ് മേഖലകളിലുള്ളവരുമൊക്കെ എത്തുന്നുണ്ടായിരുന്നു. സാധാരണക്കാരായ ഒട്ടേറെ ആളുകൾ, നമ്മൾ ഈ പ്രമുഖരായ ആളുകൾ മരിക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനെ കാണാൻ ക്യൂ നിന്ന് ഒക്കെ ആളുകൾ കാത്തു നിൽക്കുന്ന കാഴ്ച കാണുന്നത്. പക്ഷേ ഇവിടെ ഈ കുഞ്ഞിനെ കാണാൻ എത്രയോ പേർ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നു എന്നൊക്കെയുള്ളത് ഇതും ചരിത്രമാണ്. നമ്മൾ ഇതിനു മുൻപൊന്നും കേട്ടിട്ടില്ലാത്ത രീതിയിലാണ് ഈ കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി ആളുകൾ എത്തുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ആ കുഞ്ഞിനെ കാണാൻ എത്തുകയാണ്. ഇതാണ് കേരളം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. എങ്ങനെയാണ് കേരളം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ അവയവങ്ങൾ മറ്റു കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ജീവൻ തുടിപ്പാകുന്നതിന് വേണ്ടി മറ്റ് ഉള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എങ്ങനെയാണത്, അവിടെയും ഒരു കേരള മോഡൽ നമ്മൾ തീർത്തത് എങ്ങനെയാണ് എന്നത് കണ്ടതാണ്. ഇപ്പോൾ ആ കുഞ്ഞിനെ യാത്രയാക്കുകയാണ്. കേരളം ഒന്നടങ്കം, കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത് എന്നതിലും തർക്കമില്ല. 10 മാസം മാത്രമാണ് ആ കുഞ്ഞ് ജീവിച്ചിട്ടുള്ളത്. പക്ഷേ ആ 10 മാസ കാലയളവിനുള്ളിൽ ആ കുഞ്ഞ് എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്തത് എന്നുള്ള ചോദ്യം, ഒരുപക്ഷെ അതാകാം ആ കുഞ്ഞിൻ്റെ ജീവിത ദൗത്യം എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. 5 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകിക്കൊണ്ട് 10 മാസത്തിനുള്ളിൽ 10 മാസം മാത്രം ജീവിച്ച ആ കുഞ്ഞ് നമ്മളെ വിട്ട് യാത്രയാവുകയാണ്. 5 കുഞ്ഞുങ്ങളിലൂടെ അവൾ ഇനിയും ജീവിക്കും. പക്ഷേ ആ മാതാപിതാക്കളെ സംബന്ധിച്ച് വലിയ വേദനയാണ്. അവരുടെ ഏക മകളായിരുന്നു ആലൻ ഷിറിൻ. 5-ാം തീയതി ഉണ്ടായ വാഹനാപകടത്തിൽ ഒരു കാർ, അവർ സഞ്ചരിച്ച കാറിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. ഈ കുഞ്ഞിനാണ് ഏറ്റവും ഗുരുതരമായി പരുക്കേറ്റത്. പിന്നീട് തിരുവല്ലയിലെയും കോട്ടയത്തെയും ഒക്കെ ചങ്ങനാശ്ശേരിയിലും ആശുപത്രികളിലൊക്കെ പ്രവേശിപ്പിച്ചു. അത് കഴിഞ്ഞാണ് അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ മന്ത്രി വീണ ജോർജ് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ, അതിൻ്റെ പ്രാർത്ഥനാ ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിലാണ് സംസ്കാരം നടക്കുന്നത്. അതിന് മുന്നോടിയായുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അങ്ങോട്ടേക്ക് എത്തി ആ കുഞ്ഞിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. മന്ത്രിയുടെ സാന്നിധ്യത്തിലാകും സംസ്കാര ചടങ്ങെന്നാണ് ഞാൻ കരുതുന്നത്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.